അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലബാർ പ്ലം അല്ലെങ്കിൽ ജാവ പ്ലം നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ ഞാവൽപ്പഴം എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൊപ്പഗേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മണ്ണിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ ഇതേപോലെ ബോട്ടിൽ വെള്ളം നിറച്ച് അതിൻ്റെ സ്റ്റെം കട്ടിങ് ഇട്ടിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ചെയ്തിട്ട് ഏതാനും മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ചെയ്തത്. ഒന്ന് നമ്മൾ ഇതിൻ്റെ സ്റ്റെം കട്ടിങ് ഈ സോയിലിൽ വെച്ച് വേര് മുളപ്പിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ വെള്ളത്തിൽ ഇതേപോലെ ഒരു ബോട്ടിൽ ഇട്ട് വയ്ക്കുകയാണ് ചെയ്തത്. നമ്മൾ വെള്ളത്തിൽ ഇടുന്ന ഈ ഒരു രീതിയെ പറയുന്നത് വാട്ടർ പ്രൊപ്പഗേഷൻ എന്നാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് ആ ഒരു ചട്ടിയിൽ നമ്മൾ സോയിലിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതുപോലെ വേര് മുളപ്പിച്ചെടുക്കുന്നതിനെ പറയുന്നത് സോയിൽ പ്രൊപ്പഗേഷൻ എന്നാണ്. പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ പേര് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഞാവൽപ്പഴം എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അറിയാത്തവർക്കായിട്ട് നമ്മൾ പറയുകയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലബാർ പ്ലം ആണ്, അല്ലെങ്കിൽ ജാവ പ്ലം എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വളർന്നു നിൽക്കുന്ന ഒരു ഞാവൽപ്പഴത്തിൻ്റെ മരത്തിൽ നിന്ന് നമ്മൾ സ്റ്റെം കട്ടിങ്സ്, അതായത് അതിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് ഇതേപോലുള്ള കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇതുപോലെ സോയിലിൽ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. പിന്നെ ഒരു സ്റ്റെം കട്ടിങ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിടുകയാണ് ചെയ്തത്. ഈ രണ്ടെണ്ണം മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, വേറെ ഒന്ന് രണ്ട് പീസും കൂടി ഉണ്ടായിരുന്നു. മണ്ണിൽ നമ്മൾ 2 പീസ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ 2 പീസും ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ വേറെ ഒന്ന് രണ്ട് പീസുകളും വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് പിടിച്ച് കിട്ടിയില്ല. ഈ 2 പീസുകളാണ് നമുക്ക് പ്രോപ്പറായിട്ട് വേര് മുളച്ച് വന്നിട്ടുള്ളത്. ഇത് വേര് പിടിക്കാതെ ഒന്നുകിൽ ഉണങ്ങിപ്പോകുന്നതിനൊക്കെ പല കാരണങ്ങളുണ്ട്. അതായത് ചൂട്, അതുപോലെ തന്നെ ഇതിനകത്ത് നിൽക്കുന്ന വെള്ളം, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 മെത്തേഡും ഫെയിലാവും. അതുകൊണ്ട് മാക്സിമം കെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു 4 എണ്ണം ഇതുപോലെ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിടിച്ച് കിട്ടുന്നത് 2-3 പീസായിരിക്കും, ചിലപ്പോൾ 2 പീസായിരിക്കും, ചിലപ്പോൾ 1 പീസായിരിക്കും. ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 4 പീസും പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ വെള്ളത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 കുപ്പി എടുത്ത് നമ്മൾ 4 പീസ് ഇട്ട് വെച്ചാൽ ചിലപ്പോൾ അതിനകത്ത് 2 എണ്ണമൊക്കെ ആയിരിക്കും ചിലപ്പോൾ വേര് മുളച്ച് കിട്ടുന്നത്. എന്തായാലും നമുക്ക് ഈ 2 പീസുകൾ വേര് മുളച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അവിടെ എന്തെങ്കിലും ഫെയിലിയർ വന്നാലും ഇതുപോലെ വേര് മുളച്ച് വരില്ല. ആ ഭാഗത്ത് അത് ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെം കട്ടിങ് നമ്മൾ എടുക്കുമ്പോൾ അത് സൂക്ഷിച്ച് തന്നെ ചെയ്യണം. അതായത് നമ്മൾ കണ്ണി കണ്ട ഭാഗത്തുനിന്ന് വെട്ടിയെടുക്കരുത്. കൂടുതലും നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള കടഭാഗമുള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ ചെത്തിയെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നമ്മൾ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ഇലകളിൽ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലിനകത്തെ വെള്ളം നമ്മൾ ആഴ്ചയിൽ മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ വെള്ളത്തിനകത്തേക്ക് നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മേടിക്കാനായിട്ട് കിട്ടും. അത് നമുക്ക് ഡ്രോപ്പായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴയാണ്, അലുവേറ. വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് ഈ വെള്ളത്തിലൊന്ന് ഡിസോൾവ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നല്ല രീതിയിൽ ഇതിൻ്റെ വേര് മുളച്ചിട്ടുണ്ട്. നല്ല നീളത്തിൽ തന്നെ മുളച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കിടക്കുകയാണ്. എല്ലാ മരങ്ങളും അല്ലെങ്കിൽ ചെടികളും നമുക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് മുളപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 സോഫ്റ്റ് വുഡ്, 2 സെമി ഹാർഡ് വുഡ്, പിന്നെ ഹാർഡ് വുഡ്. ഇതിൽ സോഫ്റ്റ് വുഡും സെമി ഹാർഡ് വുഡും ഇതുപോലെ വെള്ളത്തിലിട്ട് നമുക്ക് വേര് മുളപ്പിക്കാം. പക്ഷേ ഹാർഡ് വുഡ് ഇതേപോലെ നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വേര് മുളച്ച് കിട്ടില്ല. ഹാർഡ് വുഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ തന്നെ നടണം. സോഫ്റ്റ് വുഡോ സെമി സോഫ്റ്റ് വുഡോ ആണെങ്കിൽ നമുക്ക് മണ്ണിലും നടാം. അതുപോലെ തന്നെ ഇതുപോലെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടും നമുക്കതിൻ്റെ വേര് മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ വെള്ളത്തിലിട്ട് വേര് കാര്യങ്ങളൊക്കെ മുളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് മാറ്റാം. അത്യാവശ്യം വളർന്ന് വലിയ സൈസായി കഴിഞ്ഞാൽ പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഈ ഒരു സ്റ്റെം കട്ടിങ്ങിൻ്റെ കടഭാഗം കണ്ടില്ല, നല്ല കട്ടിയായിട്ട് ഇരിക്കുന്ന കണ്ടില്ല. അത്തരത്തിലുള്ള പീസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കട്ടിയുള്ള കടഭാഗത്ത് നിന്ന് വേരുകൾ മുളച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വെള്ളത്തിലാണെങ്കിലും നമ്മൾ മണ്ണിൽ നടുകയാണെന്നുണ്ടെങ്കിലും. അല്ലാതെ വളരെ തിന്നായിട്ടുള്ള സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റെം കട്ടിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ചെടിച്ചട്ടിയിൽ ഇരിക്കുന്നത് കണ്ടില്ലേ, ഇത് നമ്മൾ മണ്ണല്ല യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മളൊരു ടെസ്റ്റ് ചെയ്തതാണ്. ഇതിനകത്ത് സാൻഡാണ്, സാൻഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ റെക്കമെൻഡഡ് അല്ല. നമ്മളൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ വേര് മുളപ്പിക്കാനായിട്ട് സാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ സാൻഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്താണെങ്കിൽ വലിയ പ്രശ്നമില്ല, ഇതിനകത്ത് നനവ് നിൽക്കും. ഈ മണലിനകത്ത് മണ്ണാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നനവ് നിൽക്കും. പക്ഷേ വേനൽക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണലിനേക്കാൾ നല്ലത് മണ്ണ് തന്നെയാണ്. മണൽ പെട്ടെന്ന് അതിലത്തെ ജലാംശം വറ്റിപ്പോകും. മണ്ണാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജലാംശം നിൽക്കും. മാത്രമല്ല മണ്ണിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ അറക്കപ്പൊടിയോ അല്ലെങ്കിൽ ചകിരിച്ചോറ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു മണലിൻ്റെ കൂടെ നമുക്ക് അത്തരത്തിലുള്ള മിക്സിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മണൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും മണ്ണ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് നമ്മൾ സാധാരണ ചെടിച്ചട്ടികളിലൊക്കെ ചെടി നടാനായിട്ട് ചെയ്യുന്ന എന്ത് പോട്ട് മിക്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ രീതി തന്നെ ആ പോട്ട് മിക്സിൽ എന്തൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നോ അതുപോലെ നോർമലായിട്ട് തന്നെ നമ്മൾ സ്റ്റെം കട്ടിങ് നടുന്നതാണ് നല്ലത്.
നമ്മളിപ്പോൾ ഈ ചെയ്തതുപോലെ മണലിൽ നട്ടുപിടിപ്പിക്കുന്ന ആ ഒരു രീതി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ സ്റ്റെം കട്ടിങ് ഞാൻ ഒന്നുകൂടിയും കാണിക്കാം ക്ലിയർ ആയിട്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഇതിൻ്റെ കടഭാഗവും അതുപോലെ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തൊന്നും മൊത്തത്തിലൊന്നും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കട്ടിങ്ങുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സക്സസ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഇതുപോലെ നടുമ്പോഴും അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് മുളപ്പിക്കുമ്പോഴും ഏത് ചെടിക്കാണെന്നുണ്ടെങ്കിലും ഏത് മരത്തിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അത് അധികം ദിവസമൊന്നും എടുക്കില്ല വേര് മുളയ്ക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച സമയം കൊണ്ട് തന്നെ വേര് മുളച്ച് വരുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ നടുന്നതാണ് എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ, അതായത് ഈ 20 ദിവസം 25 ദിവസമൊക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു മാസം എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം അറിയാൻ പറ്റും ഇത് കേടായിട്ടുണ്ടോ അതോ പിടിച്ച് വരുന്നുണ്ടോ എന്നുള്ള കാര്യം. ഒരു മാസമൊക്കെ ആവുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ മൊത്തം കുഴിഞ്ഞ് ഉണങ്ങി വരാൻ തുടങ്ങും. അതിൻ്റെ വേര് മുളച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. വേര് പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് പോലെ ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. ഒരു മാസം കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ വേര് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. വേര് മുളച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഉണങ്ങിപ്പോകും. പിന്നെ നേരത്തെ കുപ്പിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേര് മുളച്ച് തുടങ്ങും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാം. അത് കുപ്പി ആയതുകൊണ്ട് വളരെ സിമ്പിളാണ്, ഈസിയാണ്. കാരണം ട്രാൻസ്പാരൻറ്റ് കുപ്പി ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഈ വേര് മുളച്ച് വരുന്നതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ കാണാം. പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു കുപ്പിയിൽ നിന്ന് പുറത്തെടുത്ത് നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു കുപ്പിയിൽ വെക്കുന്ന മെത്തേഡ് നല്ലതാണ്. കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഗ്രോത്തും ഓരോ സ്റ്റേജും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ മണ്ണിൽ നടുമ്പോൾ നമുക്ക് അറിയില്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച് നാൾ. എന്നാൽ പിന്നെ അതായത് ഒരു മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇടയിൽ വെച്ച് ഇത് പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പൊക്കി നോക്കുന്നതൊന്നും അത്ര നല്ലൊരു മെത്തേഡല്ല. ചിലപ്പോൾ നമ്മൾ പൊക്കി നോക്കിയിട്ട് പിന്നെ തിരിച്ച് വയ്ക്കുമ്പോൾ ചിലപ്പോൾ മണ്ണിൽ അത് ചിലപ്പോൾ കേടായി പോകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ 2 മെത്തേഡിലും നമ്മൾ സ്റ്റെം കട്ടിങ് വെച്ച ഉടനെ തന്നെ നമ്മൾ എല്ലാ ദിവസവും സ്പ്രേ ചെയ്ത് കൊടുക്കുക. വാട്ടർ സ്പ്രേ ഉപയോഗിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു കുപ്പിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ വെള്ളം മാറ്റി കൊടുക്കുക. അതുപോലെ ഈ ചെടിച്ചട്ടിയിൽ നടന്നത് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുക. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത്, അതായത് വെള്ളം വാർന്നു പോകണം. അത് ഓരോ സീസൺ അനുസരിച്ചാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തടത്തിൽ വെള്ളം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നനവ് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതായത് ഈ ഒരു മണ്ണിലെ നനവ് ഒരു കാരണവശാലും ഡ്രൈ ആയി പോകാനായിട്ട് പാടില്ല, അതിനകത്ത് നനവ് വേണം. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചില ആൾക്കാർ ചെയ്തൊരു മെത്തേഡാണ്, അതായത് ഇങ്ങനെ സ്റ്റെം കട്ടിങ് വെച്ചതിന് ശേഷം ഒരു ട്രാൻസ്പാരൻറ്റ് കവർ ഉപയോഗിച്ച് ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് കെട്ടി കൊടുക്കുന്ന പരിപാടി. അത് ഈ മണ്ണിൻ്റെ ഇതിൽ മാത്രമാണ് ചെയ്യുന്നത്, ഈ വെള്ളത്തിലിടുന്ന പരിപാടിക്ക് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ കവറിട്ട് കെട്ടുന്ന പരിപാടി ചെടിച്ചട്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ട്രാൻസ്പാരൻറ്റ്, അതായത് വെളിച്ചം കടക്കുന്ന ട്രാൻസ്പാരൻറ്റ് കവർ ഉപയോഗിച്ച് ഈ ചെടിച്ചട്ടി മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് ഈ ചെടിച്ചട്ടിയോട് കൂടിയിട്ട് ഒരു നൂല് ഉപയോഗിച്ച് കെട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോയ്സ്ചർ അതിനകത്ത് ആ കവറിനകത്ത് തങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഈ വേര് പെട്ടെന്ന് മുളയ്ക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കവർ വെക്കുന്നില്ല എങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും ഡെയിലി. അത് ഏത് മെത്തേഡാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം. പിന്നെ ഇതിൽ തടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളം മിക്സ് ആയിട്ട് അങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത 2 പ്രൊപ്പഗേഷൻ മെത്തേഡ്. ഈ ചെടിച്ചട്ടിയിലുള്ളത് സോയിൽ പ്രൊപ്പഗേഷൻ മെത്തേഡാണ്, മറ്റേത് വാട്ടർ പ്രൊപ്പഗേഷൻ മെത്തേഡാണ്, വെള്ളത്തിൽ നമ്മളിട്ട് മുളപ്പിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ചെയ്ത ഈ 2 മെത്തേഡ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.